ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജുവിന് ദീപക് പാതിരാത്രിക്ക് കയറി വന്നതിൽ എന്തൊക്കെയോ സംശയം. പെട്ടെന്ന് അവനെ പിടിച്ചു നിർത്തി അവൻ്റെ ബാഗൊക്കെ പരിശോധിക്കുവാണ്. ആ സമയത്ത് അംബിക അങ്ങോട്ട് വരുമ്പോൾ, അമ്മേ ഇത് കണ്ടോ അമ്മേ, ഇവൻ എൻ്റെ ബാഗൊക്കെ പരിശോധിക്കുന്നത്. എന്തിനാ രാജു നീ എൻ്റെ മകനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് എന്നൊക്കെ അംബിക പറയുമ്പോൾ രാജു ദേഷ്യത്തോടൊന്ന് നോക്കിയിട്ടങ്ങ് പോവുകയാണ്. രാജു പൊയ്ക്കഴിഞ്ഞപ്പോൾ അംബിക ദീപക്കിനോട് ചോദിക്കുന്നത്, എടാ നീ എവിടെയായിരുന്നു? ദീപക് അപ്പോൾ അംബികയോട് രഹസ്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുവാണ്. ദീപക് സംസാരിക്കുന്ന എന്തുവായാലും നല്ല കാര്യമായിരിക്കില്ല. കാരണം അംബികയുടെ മുഖത്തെ ഭാവവ്യത്യാസങ്ങളൊക്കെ മാറുന്നുണ്ട്. പ്രതാപനെ കൊല്ലുന്ന കാര്യം തന്നെയാണ് ദീപക് പറയുന്നത്. അംബിക ആ രീതിക്ക് ഭയപ്പെടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് ചോദിക്കുന്നു, എടാ അവനപ്പോൾ സംശയമാകില്ലയോ? അവന് സംശയം വന്നാൽ പോകാൻ പറയാമേ. ഒരല്പം സഹതാപം അംബികയ്ക്ക് പ്രതാപനോട് തോന്നുന്നുണ്ട്. അവൾ ദീപക്കിനോട് പറയാം, എടാ പ്രതാപനെ കിടത്തുകയാകാവുള്ളേ, കൊല്ലുകയൊന്നും ചെയ്യല്ലേ. ആ അത്രയേ ഉള്ളമ്മേ എന്ന് ദീപക് കള്ളം പറഞ്ഞിട്ട് അവൻ ആ രാജു വാരിയിറക്കിയ തുണികളൊക്കെ പെറുക്കി ബാഗിനകത്തോട്ട് വെക്കുവാണ്. അങ്ങനെ നേരം വെളുത്തു. ഋതിക നല്ലോണം മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. രാജു അപ്പോഴങ്ങോട്ട് വന്നിട്ട്, ഋതു ഒന്ന് വേഗം വാ, വർമ്മ സാറ് വളരെ പഞ്ചുവലാണ്. കൃത്യസമയത്ത് തന്നെ സാറ് ഹോളിൽ വരും. രാജു ഒന്ന് നോക്കിക്കേ, ഈ ഡ്രസ്സ് മതിയോ? ഋതിക ഒന്ന് പുകഴ്ത്താൻ വേണ്ടി രാജു പറയുന്നുണ്ട്, പിന്നെ സൂപ്പറായിട്ടുണ്ട്, ഇപ്പം കണ്ടാലൊരു ബട്ടർഫ്ലൈ പോലെ ഉണ്ട്. എന്താ രാജു പറയുന്നത് ബട്ടർഫ്ലൈ പോലെ? അതേ ഋതു, ഈ മൾട്ടി കളറുള്ള ബട്ടർഫ്ലൈ ഇല്ലേ അതുപോലെ. ഓ രാജു കളിയാക്കാതെ, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറ. ഞാൻ പറഞ്ഞല്ലോ ഋതു, ഭംഗിയായിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെക്കാളും സുന്ദരിയായിരിക്കണം തൻ്റെ ഭാര്യയെന്ന് ചിന്തിക്കുന്ന ഒരു ഭാര്യ സ്നേഹിയാണ് ഞാൻ. അവരുടെ ആ വർത്തമാനം കേട്ടിട്ട് യാമിനി അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, അപ്പോഴേ ഭാര്യ സ്നേഹിയും ഭാര്യയൊക്കെ ഉണ്ടല്ലോ, ആണ്ടെ പ്രതാപേട്ടൻ അന്വേഷിക്കുന്നുണ്ട്. അയ്യോ സാറ് റെഡിയായോ? പിന്നെ എപ്പോഴേ റെഡിയായി രാജു. അയ്യോ എൻ്റെ ഋതുക്കുട്ടി ഒന്ന് എളുപ്പം വാ, അല്ലെങ്കിൽ ഇപ്പം തന്നെ സാറ് നമ്മളെ പൊരിക്കും. രാജുവും ഋതികയും ഡൈനിങ് ടേബിളിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ പ്രതാപനും അംബികയും ഇരുന്ന് ചായ കുടിക്കുക. ശേഖരനും യാമിനിയും അവിടെ വരുന്നുണ്ട്. പ്രതാപൻ പറയുന്നു, രാജു എന്നാൽ നമുക്ക് പോകാം. ശേഖര, യാമിനി എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ. അങ്ങനെ അവരെല്ലാവരും കൂടെ പുറത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ 2 കാറിലായിട്ട് അവരെല്ലാവരും പോവുകയാണ്. രാജുവും ഋതികയും പ്രതാപനും ഒരു കാറിൽ, അംബിക മറ്റൊരു കാറിൽ അവൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അവരാരും കാണാതെ തന്നെ ദീപക് ഒരു ബൈക്കിൽ ഇങ്ങനെ വരുന്നുണ്ട്. ദീപക് അങ്ങനെ ബൈക്കിൽ വന്നിട്ട് ഒരു കാട്ടുപകുതിയിൽ വന്ന് വണ്ടി നിർത്തിയിട്ട് അവൻ പെട്ടെന്ന് ആ ബാഗുമായിട്ട് അങ്ങോട്ട് ഓടിപ്പോവാണ്. അവിടെ മാറി നിന്നിട്ട് അവൻ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുവാണ്. ഒരു കാറിൽ പത്മാവതിയും വരുന്നുണ്ട്. പത്മാവതി അങ്ങനെ പഴയ സംഭവങ്ങളൊക്കെ ഓർത്തിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുവാണ്. അവിടെ നൃത്തം ചെയ്തതും പ്രതാപൻ ഇങ്ങനെ മൃദംഗം വായിച്ചതും അമ്മ പാടിയതും എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലോർത്ത് വളരെ സന്തോഷത്തോടെ വരുവാണ്. പത്മ മനസ്സിൽ പറയുക, ഈ മന്നന്നൂരിലോട്ട് ഇത്ര ദൂരം ഉണ്ടായിരുന്നോ? ഋതികയും രാജുവും പ്രതാപനും കൂടെ ഒരു കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഋതിക ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കിയിട്ട് പ്രതാപനോട് ചോദിക്കുന്നു, അച്ഛാ എല്ലാ മൃഗങ്ങളും ഇവിടെ കാട്ടിലുണ്ടോ? മൃഗങ്ങളൊക്കെ ഉണ്ട് മോളെ, പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നത് കുരങ്ങുകളെയും മാനുകളെയും മാത്രമാണ്. ചിലപ്പോൾ ആനകളെയും കാട്ടുപോത്തുകളെയും കണ്ടേക്കാം. അച്ഛാ അപ്പോൾ കടുവയും പുലിയോ? അതൊക്കെ ഉൾവനത്തിലായിരിക്കും. നമ്മൾ എത്താറായോ അച്ഛാ? ആ ഏകദേശമൊക്കെ എത്താറായി വരുന്നു. മന്നന്നൂര് കഴിഞ്ഞ് അല്പം മുൻപിലോട്ട് പോകുമ്പോൾ അരിക്കുഴി, നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഈ അരിക്കുഴിയിലാണ് യഥാർത്ഥ ആദിവാസി ഗ്രാമം. അവിടേക്ക് ചെല്ലണമെങ്കിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ആ ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് വനദേവതയുടെ ഒരു കൊച്ചു ക്ഷേത്രമുണ്ട്, പെരുങ്കാളി നട. ആചാരപ്രകാരം അവിടെ നിന്ന് തൊഴുതിട്ട് വേണം നമ്മൾക്ക് കാട്ടിലോട്ട് കടക്കാൻ. അവിടെയാണ് എനിക്ക് സ്വീകരണവും മറ്റു ചടങ്ങുകളും ഒക്കെ ഉള്ളത്. പ്രതാപവർമ്മ പറഞ്ഞ ആ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ അനൗൺസ്മെൻ്റൊക്കെ നടക്കുന്നു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രതാപവർമ്മ കുടുംബസഹിതം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടുത്തെ സ്വീകരണം കഴിഞ്ഞാൽ അരയക്കുടിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. ഇവിടെ വെച്ചാണ് പതിവായി കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നത്. ആദിവാസികളെല്ലാം പ്രതാപന് ചുറ്റും കൂടി നിൽക്കുവാണ്. പോലീസുകാരും ഉണ്ട്. പ്രതാപൻ അവർക്ക് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. തലമൂത്ത ഒരാൾ പ്രതാപന് മാലയിട്ട് സ്വീകരിക്കുവാണ്. അമ്പി ഇതൊക്കെ കണ്ടോണ്ടൊരു ഭാവത്തിൽ ഇങ്ങനെ നോക്കുവാണ്. അങ്ങനെ പ്രതാപനും ആദിവാസികളും എല്ലാവരും, പോലീസുകാരും അംബികയും രാജുവും ഋതുവും എല്ലാവരും ചേർന്ന് കുറെ ദൂരം ഇങ്ങനെ നടന്നു പോവുകയാണ്. പ്രതാപൻ പറഞ്ഞ മലദേവതയുടെ മുന്നിലാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. അവിടെ മലദേവതയ്ക്കുള്ള പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അങ്ങനെ മലദേവതയെ പ്രാർത്ഥിച്ചിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ
രാജു നോക്കുമ്പോൾ അനന്തംപിള്ള അങ്ങോട്ട് വരുന്നു. ഋതു, ഇയാളെന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്നത്? ഋതികയും അയാളെ നോക്കിയിട്ട്, അറിയില്ല രാജു, ഇയാൾ എന്തിനാ വരുന്നതെന്ന്. അനന്തംപിള്ളയെ അടുത്തോട്ട് വന്നിട്ട്, നമസ്കാരം പ്രതാപവർമ്മേ, ഞാൻ മുതുമല വരെ ഒന്ന് പോകുമായിരുന്നു. അപ്പോഴാണ് വർമ്മയ്ക്ക് ഇവിടെ സ്വീകരണമോ മറ്റോ ഉണ്ടെന്ന് അറിഞ്ഞത്. എന്നാലൊന്ന് കണ്ടേക്കാമെന്ന് കരുതി. വർമ്മ അന്ന് എന്നോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ ഒത്തിരി ആലോചിച്ചു. ശരിയാ, വാനപ്രസ്ഥത്തിനുള്ള സമയമാകുന്നു. ജീർണ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് തിരികെ പോയേ മതിയാവും. ഒരു ചിരിയോടെ വീണ്ടും അനന്തം പറയുക, പിന്നെ എന്തിനാ നമ്മൾ തമ്മിൽ ഈ പിണക്കം? വർമ്മ എൻ്റെ മുന്നിൽ വെച്ച ആ ഡീലുണ്ടല്ലോ, അത് ഞാനങ്ങ് സമ്മതിച്ചിരിക്കുന്നു. എൻ്റെ മകളുടെ കല്യാണം നടക്കുമ്പോൾ വർമ്മ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായി. കല്യാണത്തിന് വരണം, സൽക്കാരത്തിൽ പങ്കുകൊള്ളണം, സദ്യയും കഴിക്കണം. അത് കേട്ടിട്ട് പ്രതാപം പറയാം, സന്തോഷം. എൻ്റെ മനസ്സിനൊരു പുതിയ വെളിച്ചം കിട്ടിയതുപോലെയായി. ഒരു ശത്രു പോലും ഇല്ലാതെ മരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിപ്പോൾ സഫലമായി. അനന്തംപിള്ള മനസ്സിൽ പറയാം, എടാ പോത്തെ, ഞാൻ ഇപ്പോഴും നിന്റെ ജന്മശത്രുവാണെന്ന് നീയുണ്ടോ അറിയുന്നു. ഇതൊക്കെ അനന്തംപിള്ളയും ദീപക്കും തമ്മിലുള്ള ഡീലാണ്. അനന്തംപിള്ള പ്രതാപനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് അവിടെ സമയം കളയണം. ആ സമയത്ത് ദീപക്കിന് ആ കാറിൽ ബോംബ് വെക്കണം. ദീപക് അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊരു പോലീസുകാരൻ്റെ ഡ്രസ്സൊക്കെ അണിഞ്ഞിട്ട് പെട്ടെന്ന് ആ ബാഗ് എടുത്തുകൊണ്ട് പ്രതാപൻ്റെ കാറിനടുത്തോട്ട് ഓടുവാണ്. ദീപക് അവൻ കയ്യിൽ കരുതിക്കൊണ്ട് വന്ന ടൈം ബോംബ് സെറ്റ് ചെയ്ത് പ്രതാപൻ്റെ കാറിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. ദീപക് പ്ലാൻ ചെയ്ത പോലെ കാറിനടിയിൽ വെച്ചിട്ട് അവൻ അവിടുന്ന് ഓടുവാണ്. പ്രതാപൻ സന്തോഷത്തോടെ അനന്തംപിള്ളയോട് പറയാം, ഇനി മുതൽ നമുക്ക് ഓരോ കാര്യങ്ങളും ആലോചിച്ച് മുന്നോട്ട് പോകാം. ഞാൻ നിന്റെ മൂത്ത ജ്യേഷ്ഠനാണെന്ന് മാത്രം കരുതിയാൽ മതി. ആട്ടിൻതോലണിഞ്ഞ ചെന്നായി അനന്തംപിള്ള പറയുക. പാവം, ഒന്നും അറിയാത്ത നിഷ്കളങ്കനായ ആ പ്രതാപൻ അനന്തംപിള്ളയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ ആലിംഗനം ചെയ്യുവാണ്. ഇതെല്ലാം നമ്മുടെ അംബിക കാണുന്നുണ്ട്. അവൾ മനസ്സിൽ പറയാ, ഇത് എത്ര നേരത്തേക്ക് കെട്ടിപ്പിടുത്തം, ഇപ്പൊ തീരുവടാ പ്രതാപ നിന്റെ കാര്യങ്ങൾ. പ്രതാപനെ ഇങ്ങനെ അനന്തംപിള്ള കെട്ടിപ്പിടിക്കുമ്പോഴും പ്രതാപൻ അംബികയെ നോക്കി ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട്. അവർ പരസ്പരം കണ്ണിൽ കൂടെ കാര്യങ്ങളൊക്കെ കൈമാറുവാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് അനന്തംപിള്ള ഋതിയോട് പറയാ, മോളെ, കഴിഞ്ഞതൊക്കെ അങ്ങ് മറന്നേരെ. ഇനി മുതൽ ഞാനും പ്രതാപനും ഒന്നാ. അംബിക വർമ്മേ, ഇനി എന്നോട് ശത്രുതയൊന്നും വെച്ച് പുലർത്തല്ലേ. ഞാനും വർമ്മയും ഇപ്പോൾ ഒന്നായി. ദീപക്ക് ടൈം ബോംബ് അവിടെ കാറിൽ ഫിറ്റ് ചെയ്തിട്ട് ആ അമ്പലത്തിൻ്റെ പുറകുവശത്ത് വന്നിങ്ങനെ ഒളിഞ്ഞു നിന്ന് അംബികയെ നോക്കുന്നുണ്ട്. അംബികയും ദീപക്കിനെ കണ്ട് ദീപക് കൈകൊണ്ട് കാണിക്കുന്ന എല്ലാം സക്സസ്, ഓക്കെ ആയി വെച്ചിട്ടുണ്ടെന്ന് അംബിക ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുവാണ്. അവിടെ വീണ്ടും അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട്. അടുത്തതായി സ്വീകരണ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രതാപവർമ്മയെ ഈ ചടങ്ങിലോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പോലീസ് ഓഫീസർ അങ്ങനെ അനൗൺസ്മെൻറ്റ് നടത്തുവാണ്. പ്രിയപ്പെട്ടവരെ, മന്നന്നൂർകാർക്കും അരയന്നൂർകാർക്കും ഒരിക്കലും മറക്കാനാകാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ പ്രതാപവർമ്മ സാർ. സാറ് നമ്മുടെ സംസ്ഥാനത്തിന് നൽകുന്ന സേവനങ്ങളും സഹായങ്ങളും ഒന്നും ഞാനിവിടെ വിവരിക്കുന്നില്ല. സാർ ഇവിടുത്തെ ആദിവാസി സമൂഹത്തിന് വർഷങ്ങളായി നൽകുന്ന സഹായങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. സാറിനും കുടുംബാംഗങ്ങൾക്കും അരയക്കുടിയിലോട്ടും പോകേണ്ടതാണ്. അതുകൊണ്ട് പ്രതാപവർമ്മ സാറിനും കുടുംബാംഗങ്ങൾക്കും തികച്ചും അപ്രതീക്ഷിതമായി ഇവിടെ വന്ന അനന്തംപിള്ള സാറിനും ഈ ആദിവാസ സമൂഹത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. എല്ലാവരും അങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാട്ടുമൂപ്പൻ പ്രതാപന്റെ തലയിൽ കിരീടം പോലെ ഒരു നേരിയതിങ്ങനെ വട്ടത്തിൽ സ്നേഹ സമ്മാനമായി പ്രതാപന്റെ തലയിൽ കിരീടം പോലെ വെക്കുന്നുണ്ട്. എന്നിട്ട് പൊന്നാട പോലെ ഒരു ഷാള് ഇടുന്നുണ്ട്. ഈ സമയം ദീപക് കാട്ടിൽ മറിഞ്ഞിരുന്നുകൊണ്ട് ശബ്ദം മാറ്റി പ്രതാപനെ വിളിക്കുന്നുണ്ട് ഫോണിൽ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ കാറിൻ്റെ അടുത്തോട്ടൊന്ന് വരണം. പ്രതാപൻ ചോദിക്കും, നിങ്ങൾ ആരാ? അത് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊരു സംഗതി പറയാനാണ്. നിങ്ങൾ ആ കാറിൻ്റെ അടുത്തോട്ടൊന്ന് വരണം. ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ പ്രതാപൻ ഇത്രയും ബുദ്ധിയില്ലാതായി പോയല്ലോ. ആരാണ് വിളിച്ചതെന്ന് പോലും അറിയാതെ രാജുവിൻ്റെ കയ്യിലോട്ട് ആ തൊപ്പിയും ആ ടവലും എല്ലാം കൊടുത്തിട്ട് നിങ്ങളിവിടെ നിൽക്കി, ഞാനിപ്പോൾ വരാവേ എന്നും പറഞ്ഞ കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. പ്രതാപൻ അങ്ങനെ കാറിൻ്റെ അടുത്ത് പോവുകയാണ്. കാറിൻ്റെ അടുത്ത് വന്ന് പ്രതാപൻ ചുറ്റും നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ദീപക് ടൈം ബോംബ് കാറിൽ വെച്ചിരിക്കുന്നതും അത് അവൻ ദൂരെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതും ഒന്നും പ്രതാപനോ രാജുവോ ഋതികയോ അറിയുന്നില്ല. രാജുവും ഋതികയും അവിടെ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുവാണ്. രാജു ഋതികയോട് പറയുന്നു, ഋതു, വർമ്മസാറിന് പ്രസാദം കൊടുക്ക്. ആ ശരി രാജു എന്നും പറഞ്ഞ് ഋതിക വർമ്മസാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ആരെയും കാണാതെ സംശയം തോന്നിയ പ്രതാപൻ പെട്ടെന്ന് ആ കാറിന് ചുറ്റും നോക്കുമ്പോൾ ടൈം ബോംബ് ഘടിപ്പിച്ചിരിക്കുന്ന കാണുന്നുണ്ട്. ആ സമയത്ത് ഋതിക അച്ഛാ എന്നും വിളിച്ച് വരുന്നുണ്ട്. അയ്യോ മോളെ വരരുത് എന്നും പറഞ്ഞ് പ്രതാപൻ രണ്ട് കൈയും എടുത്തിങ്ങനെ വിലക്കുവാണ്. ആ സമയത്ത് ദീപക് ആ ബട്ടൺ അമുക്കുകയും ആ കാർ ഇങ്ങനെ പൊട്ടിത്തെറിക്കുവാണ്. ഈ സമയം പത്മ കാറിൽ വന്നുകൊണ്ടിരിക്കുക. പത്മയ്ക്ക് ആരോ ഫോൺ ചെയ്ത് വിവരം പറയുന്നുണ്ട്. പത്മ ഇങ്ങനെ ഞെട്ടി കരഞ്ഞുകൊണ്ട് കയ്യിൽ നിന്ന് ഫോൺ താഴോട്ടങ്ങ് വീഴുവാണ്.
പിന്നീട് കാണിക്കുന്നത് ബോധമില്ലാതെ കിടക്കുന്ന പത്മയുടെ അടുത്ത് രാധമ്മയും വേണുവേട്ടനും പത്മയുടെ വേലക്കാരിയൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. രാധമ്മ പറയുന്നു, വേണുവേട്ട നമുക്ക് മേഡത്തെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം. എടി രാധമ്മേ, അത് ഷോക്കായതാ, നമുക്ക് കുറച്ച് സമയം കൂടി നോക്കാം. അങ്ങനെ പത്മാവതി പതുക്കെ കണ്ണ് തുറക്കുന്നുണ്ട്. എൻ്റെ മോളെവിടെ എന്നും പറഞ്ഞ് അലറിക്കരയുവാണ് പത്മ. മേഡം ഒന്നുമില്ല, അവിടെ നിന്ന് കിടക്കും മേഡം എന്നും പറഞ്ഞ് രാധമ്മ ഇങ്ങനെ പത്മയെ പിടിച്ച് കിടത്താൻ നോക്കുവാണ്. എനിക്ക് എൻ്റെ മോളെ കാണണം. ഇല്ല മേഡം, മേഡത്തിൻ്റെ മോൾക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഒന്ന് സമാധാനമായിട്ടിരിക്കും മേഡം, പേടിക്കല്ലേ മേഡം എന്നിങ്ങനെ വേണുവേട്ടനും പറയുക. അവർക്കാർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ എല്ലാവരും എന്നോട് നുണ പറയുന്നതാ. എനിക്ക് എൻ്റെ മോളെ കാണണം. ചാനലുകാരും ന്യൂസ് റിപ്പോർട്ടേഴ്സും എല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. അവരങ്ങനെ ഓരോന്ന് പറയുവാണ്. വീണ്ടും മാവോയിസ്റ്റുകളുടെ ആക്രമണം. മന്ത്രി പ്രതാപ് വർമ്മയുടെ നില ഗുരുതരം. മന്ത്രി പ്രതാപ് വർമ്മയ്ക്കും മകൾക്കും ബോംബാക്രമണത്തിൽ പരിക്ക്. ഇരുവരും ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ. ന്യൂസ് റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്തോട്ട് അനന്തംപിള്ളയുടെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അനന്തംപിള്ള കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെല്ലാം ചുറ്റും കൂടുവാണ്. സാർ ഒരു നിമിഷം. അനന്തംപിള്ള സാറും വർമ്മ സാറും പഴയകാല സഹപ്രവർത്തകരായിരുന്നല്ലോ. അങ്ങക്ക് എന്താണ് പറയാനുള്ളത് ഈ ആക്രമണത്തെപ്പറ്റി? അത്യന്തം ദുഃഖകരമായ വാർത്ത. മൃഗീയത അല്ലാതെ എന്തു പറയാൻ? ആട്ടാളത്വം തികച്ചും പൈശാചികത്വവും. ഞാനും പ്രതാപ് വർമ്മ ഇടക്കാലത്ത് വെച്ച് കുറച്ച് പിണക്കത്തിലൊക്കെ ആയിരുന്നു. എന്നാൽ ആ പിണക്കം കഴിഞ്ഞ ദിവസം മാറി. നല്ല സൗഹൃദത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഈ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതിൽ വ്യക്തിപരമായി എൻ്റെ സങ്കടം ചെറുതല്ല. പ്രതാപവർമ്മയ്ക്ക് നേരെ ഈ ആക്രമണം നടത്തിയ ആരായാലും, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏത് വൻപന്മാരായാലും ഈ അനന്തംപിള്ള പിടികൂടിയിരിക്കും. അതിനി യാതൊരു സംശയവും വേണ്ട. അത്രയും കപടപ്രസംഗം നടത്തിയിട്ട് വളരെ ജെന്റിൽമാനെ പോലെ അവനങ്ങനെ പോവുകയാണ്. സാർ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ റിപ്പോർട്ടേഴ്സ് ചോദിക്കുന്നുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാതെ അവനങ്ങനെ പോവുകയാണ്. ഹോസ്പിറ്റലിൽ രാജുവും ശേഖരനും യാമിനിയും എല്ലാം വളരെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങോട്ട് മാറി ഒരു ചെയറിൽ അമ്പിക ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും കാണുന്ന പോലെ ആ പെരുങ്കള്ളി അവിടെ ഇരുന്ന് അഭിനയിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ പ്രതാപനും എൻ്റെ ഋതുമോൾക്കും ഒന്നും പറ്റല്ലേ, അവരെ കാത്തു രക്ഷിക്കണേ ഭഗവാനെ. എന്നിട്ട് ആ പെരുങ്കള്ളി മനസ്സിൽ പറയുന്നുണ്ട്, ആ പ്രതാപനെ എന്നേക്കുമായി കട്ടിൽ കിടത്തിയേക്കണേ. എന്നിട്ട് ആ ഋതിയെ നീ അങ്ങ് കൊന്നേക്കണേ. ഡോക്ടർ അപ്പോൾ ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും ഡോക്ടറെ അടുത്തോട്ട് ചെല്ലോ ഡോക്ടർ എന്ന് വിളിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു, ഋതിയുടെ പരിക്കുകളൊന്നും കുഴപ്പമില്ല, ട്രീറ്റ്മെൻറ്റ് വേണം, അത്രയേ ഉള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി വർമ്മ സാറിൻ്റെ കണ്ടീഷൻ സീരിയസ് ആണ്, സർജറി ഈസ് നെസസറി. എന്നിട്ട് ഡോക്ടർ രാജുവിനെയും ശേഖരനെയും വിളിക്കുന്നുണ്ട്. യാമിനി ഏങ്ങലടിച്ച് കരയുന്നത് കണ്ടുകൊണ്ട് അമ്പിക ഇങ്ങനെ ഓട്ടക്കണ്ടിട്ട് നോക്കിയിട്ട് ഉള്ളുകൊണ്ട് ചിരിക്കുവാണ്. ഡോക്ടർ അങ്ങനെ ഡോക്ടറിൻ്റെ ക്യാബിലോട്ട് ശേഖരനെയും രാജുവിനെയും വിളിച്ചു വരുത്തിയിട്ട് ഇരിക്കാൻ പറയുന്നു. എന്നിട്ട് ഡോക്ടർ പറയുന്നു, ഇങ്ങോട്ട് വിളിപ്പിച്ചത് ബന്ധുക്കളെ എല്ലാവരും അറിയണ്ടെന്ന് കരുതിയ. ഐ ആം സോറി, ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ പറയാതെ നിവർത്തിയില്ലല്ലോ. വർമ്മ സാറിൻ്റെ ആരോഗ്യനില വളരെ മോശമാണ്. ഓപ്പറേഷൻ അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഓപ്പറേഷൻ ചെയ്താലും അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു തരാമെന്നൊന്നും എനിക്ക് ഉറപ്പ് തരാനും പറ്റില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടായോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച് എത്രയും പെട്ടെന്ന് പറയണം. സർജറി കൊണ്ടേ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ളൂ. നിങ്ങൾ ആലോചിച്ചിട്ട് ഓപ്പറേഷനാണ് വേണ്ടതെങ്കിൽ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് തരൂ. ശേഖരനും രാജു എന്തു പറയണമെന്നറിയാതെ ഇങ്ങനെ ചങ്കു പൊട്ടി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. രാജു സങ്കടത്തോടെ പുറത്തു വന്നിങ്ങനെ നിന്നിട്ട് പത്മാവതിയെ വിളിക്കുന്നുണ്ട്. പത്മാവതി ഫോൺ എടുത്തിട്ട് എന്തു പറ്റി മോനെ എന്നിങ്ങനെ രാജുവിനോട് ചോദിക്കുക. ഞാനൊരല്പം സീരിയസ് ആയ ഒരു കാര്യം പറയാൻ പോവുക അമ്മേ. രാജു അങ്ങനെ പത്മാവതിയോട് ഫോൺ ചെയ്ത് പറയുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാജു പത്മാവതിയോട് ഓപ്പറേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പത്മാവതി തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാനുള്ള സമ്മതപത്രത്തിൽ പത്മാവതിയായിരിക്കും സൈൻ ചെയ്യുന്നത്. അനന്തംപിള്ളയും ദീപകവും അംബികയും ചേർന്ന് നടത്തിയ ഈ കൊടും ക്രൂരത എന്തായാലും രാജു കണ്ടുപിടിച്ചിട്ട് അവർക്ക് വേണ്ട ശിക്ഷ ഇതിനേക്കാൾ ക്രൂരമായിരിക്കും രാജു കൊടുക്കുന്നത്. അങ്ങനെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.